നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാട് കേസ് സംബന്ധിച്ച് ED അന്വേഷണം വഴിത്തിരിവിൽ. പിണറായി വിജയന്റെ മകളുടെ കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസ് ഓഫീസ് മേൽവിലാസം മാത്രമാണ് ബാംഗ്ലൂരുവിലേത്. സ്ഥാപനത്തിന്റെ സ്ഥിരം മേൽവിലാസം AKG സെന്ററാണ്. ഇതാണ് അന്വേഷണം പുതിയ തലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ EDയെ പ്രേരിപ്പിക്കുന്നത്. വീണയെ റെയ്ഡിനിടെയും മറ്റ് 2 തവണ കൊച്ചി സോണൽ ഓഫീസിൽ വിളിച്ചു വരുത്തിയും ചോദ്യം ചെയ്തെങ്കിലും മൊഴികളിൽ വലിയ പൊരുത്തക്കേടാണ്. CMRL ഉടമകളും ഉദ്യോഗസ്ഥരും നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് ED വിലയിരുത്തൽ. കേസിൽ CMRL പ്രതിനിധികളുടെയും വീണയുടെയും മൊഴിപ്പകർപ്പുകൾ വിശദമായി പരിശോധിക്കാൻ ഇരിക്കുകയാണ് ED. SFIO കുറ്റപത്രത്തിന്റെ അന്തിമ തീരുമാനം ഇനിയും വരാനിരിക്കെ കരുതലോടെയാണ് ED നീക്കം. SFIO കുറ്റപത്രത്തിലെ വിചാരണ നടപടികളിൽ ദില്ലി, കേരള ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടിയുണ്ടായാൽ കേസിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. അതിനാൽ കുറ്റമറ്റ രീതിയിൽ അന്വേഷണം തുടരാനാണ് തീരുമാനം. ശബരിമലയിൽ നിന്ന് 2025 സെപ്റ്റംബർ 7 ദ്വാരപാലക ശില്പങ്ങൾ കടത്തിയ സംഭവത്തിൽ SITയുടെ അന്വേഷണം നീളുന്നത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രേരക ശക്തിയിലേക്ക്. PS പ്രശാന്ത് നേതൃത്വം നൽകിയ ബോർഡ് തനിയെ എടുത്ത തീരുമാനമല്ല ഇതെന്ന നിഗമനത്തിലാണ് SIT. ബാഹ്യമായ ഉന്നത ശക്തികളിൽ ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടാകാമെന്നാണ് നിഗമനം. മുൻ മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മയുടെ മകനെ ജൂനിയർ റിസോഴ്സ് പേഴ്സണായി നിയമിച്ചതിലും സ്ഥലം മാറ്റത്തിലും അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി. കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ കുളപ്പാടമാണ് TM അരുണിനെതിരെ പരാതി നൽകിയത്. MTech-കാരനായ തനിക്ക് മെറിറ്റിൽ കിട്ടിയ ജോലി വിവാദമാക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണെന്നാണ് അരുണിന്റെ പ്രതികരണം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇരു ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പായ യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിനുള്ള നിരോധനം നിലനിൽക്കുകയാണ്. കോഴിക്കോട് ജുവനൈൽ ഹോമിലെ കെയർടേക്കർ പോക്സോ കേസിൽ അറസ്റ്റിൽ. വെള്ളമാടുകുന്ന് സർക്കാർ ജുവനൈൽ ഹോമിലെ അന്തേവാസിയായിരുന്ന 12 വയസ്സ് പ്രായമുള്ള ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് അറസ്റ്റ്. ജുവനൈൽ ഹോമിലെ കെയർടേക്കർ മൂഴിക്കൽ ചെലവൂർ പാറങ്ങോട് വീട്ടിൽ P. അയൂബിനെ ആണ് ചേവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആസൂത്രണ ബോർഡിൽ ചീഫ് നിയമനത്തിനുള്ള പരീക്ഷ എഴുതിയവർക്ക് മുഴുവൻ ഉത്തരങ്ങൾക്കും മാർക്ക് നൽകിയില്ലെന്ന് PSC സമ്മതിച്ചു. മൂല്യനിർണ്ണയം പൂർത്തിയാക്കാതെയാണ് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് നിയമനം നടത്തിയത്. 3 തസ്തികകൾക്കുള്ള പൊതുപരീക്ഷയുടെ 10 ഉത്തരങ്ങൾക്കാണ് മാർക്കിടാത്തത്. കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ നടത്തുന്ന മൂല്യനിർണ്ണയത്തിന് ഓൺ സ്ക്രീൻ മാർക്കിംഗ് 10 ചോദ്യങ്ങൾ അസൈൻ ചെയ്ത് നൽകിയില്ലെന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത്. പരീക്ഷ എഴുതിയ മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഉത്തരങ്ങൾ മാർക്ക് നൽകിയിട്ടില്ല. അതിനാൽ എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും ഉത്തരക്കടലാസുകൾ വീണ്ടും മൂല്യനിർണ്ണയം നടത്തി റാങ്ക് പട്ടിക പുതുക്കി പ്രസിദ്ധീകരിക്കും. അതനുസരിച്ച് നിയമന ശുപാർശകളിലും മാറ്റമുണ്ടാകും. SFI നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയുണ്ടായ അക്രമവുമായി ബന്ധപ്പെട്ട് ജില്ലാ സെക്രട്ടറി MA നന്ദനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സമരത്തിനിടെ പോലീസിനെ ബ്ലേഡ് കൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം SFI-ക്കാർക്കെതിരെ ഉയർന്നിരുന്നു. പ്രകടനം തടയാൻ പോലീസ് കെട്ടിയ വടം ബ്ലേഡ് ഉപയോഗിച്ച് മുറിക്കാൻ ശ്രമിച്ചെന്ന് FIR-ലുണ്ട്. സമരസ്ഥലത്ത് നിലത്തുനിന്ന് ബ്ലേഡുകൾ കണ്ടെത്തിയതോടെയാണ് അതുപയോഗിച്ച് ആക്രമണത്തിന് SFI പദ്ധതിയിട്ടെന്ന ആരോപണം ഉയർന്നത്. ഇത് തെളിയിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ലഭിച്ചെന്ന് പോലീസ് അവകാശപ്പെട്ടപ്പോൾ പോലീസാണ് ബ്ലേഡ് കൊണ്ടുവന്നതെന്ന് SFI തിരിച്ചടിച്ചു. പത്തനംതിട്ട ചിറ്റാർ കൊടുമുടി കമ്മ്യൂണിറ്റി ഹാളിന് സമീപം പുരയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിന്റെ മരണം കൊലപാതകമാണെന്ന നിഗമനത്തിൽ പോലീസ്. പതാലിൽ PK സദാനന്ദന്റെ മകൻ PS സന്ദീപിന്റെ മരണം ആന്തരിക ക്ഷതം കാരണമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇയാൾക്ക് 30 വയസ്സായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ നാടൻ തോക്കുമായി 3 പേർ അറസ്റ്റിലായി. അട്ടത്തോട് കൃഷ്ണവിലാസം വീട്ടിൽ കൃഷ്ണൻകുട്ടി, മൂഴിക്കൽ വീട്ടിൽ ഗോപി, പുതുക്കുളം ദേവിവിലാസം സുരേഷ് കുമാർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ആവശ്യത്തിന് അധ്യാപകരില്ലാത്തതിനാൽ ഹയർ സെക്കൻഡറി പഠനം അവതാളത്തിൽ. 3000-ഓളം അധ്യാപക തസ്തികകളാണ് സംസ്ഥാനത്ത് ഒഴിഞ്ഞുകിടക്കുന്നത്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തതിനാൽ PSC നിയമനമില്ലാത്തതും ഭിന്നശേഷി നിയമനത്തിലെ സാങ്കേതിക പ്രശ്നങ്ങളും എയ്ഡഡ് സ്കൂളുകളിൽ വേതന അംഗീകാരത്തിലെ കാലതാമസവുമാണ് അധ്യാപക ക്ഷാമത്തിന് കാരണം. ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥാനക്കയറ്റമാണ് ഇത്രയധികം ഒഴിവുകൾക്ക് കാരണമായത്. താൽക്കാലിക അധ്യാപകരെ നിയമിക്കുകയാണ് നിലവിലെ പോംവഴി. +2 ക്ലാസുകൾ ആരംഭിച്ച് 1 മാസം പിന്നിട്ടിട്ടും താൽക്കാലിക അധ്യാപക നിയമനത്തിനുള്ള നടപടികൾ പൂർത്തിയായില്ല.
നിലവിലെ അധ്യാപകരെ സെൻസസ്, സേ പരീക്ഷ, പുനർമൂല്യനിർണ്ണയം തുടങ്ങിയവയ്ക്ക് കൂടി നിയോഗിച്ചതോടെ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലായി. പെരുമ്പാവൂർ പോഞ്ഞാശ്ശേരിയിലെ വാടക വീട്ടിൽ അസം സ്വദേശിനിയെ തലയ്ക്കടിയേറ്റതിനെ തുടർന്ന് മരിച്ചു. സംഭവത്തിൽ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അസം സ്വദേശിനി നർസീന ഖാത്തൂൺ ആണ് കൊല്ലപ്പെട്ടത്. 29 വയസ്സായിരുന്നു. ഭർത്താവ് അസം നാഗോൺ സ്വദേശി റബ്ബുൽ അമീമിനെ പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ദമ്പതിമാരും 3 വയസ്സുള്ള മകളും താമസിച്ചിരുന്ന പോഞ്ഞാശ്ശേരി തുറപ്പാലത്തിന് സമീപം വാടക വീട്ടിലാണ് കൊലപാതകം നടന്നത്. ഭാര്യാപിതാവിനോട് 2 ലക്ഷം രൂപ റബ്ബുൽ അമീൻ ആവശ്യപ്പെട്ടെന്നും ഇത് ലഭിക്കാത്തതിനെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്നും പോലീസ് പറഞ്ഞു. കണ്ണൂരിൽ 2ാം ക്ലാസ്സുകാരനെ മർദ്ദിച്ച സംഭവത്തിൽ അധ്യാപകൻ വിപിനെതിരെ കേസെടുത്തു പോലീസ്. കുട്ടിയുടെ അമ്മയുടെ പരാതിയിലാണ് മട്ടന്നൂർ പോലീസ് കേസെടുത്തത്. ബോർഡിൽ എഴുതിയത് പകർത്തി എഴുതാൻ വൈകിയെന്ന് ആരോപിച്ചാണ് മർദ്ദിച്ചതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. കുട്ടിക്ക് മർദ്ദനമേറ്റതിന്റെ പാടുകൾ ശരീരത്തിൽ കാണുകയായിരുന്നു. തുടർന്നാണ് കുടുംബം പോലീസിൽ പരാതി നൽകിയത്. തെരുവനായ ശല്യത്തെ തുടർന്ന് സ്കൂളിന് 2ാം ദിവസവും അവധി പ്രഖ്യാപിച്ച അധികൃതർ. തൃശൂർ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിനാണ് 2ാം ദിവസവും അവധി നൽകിയത്. സ്കൂളിലെ വാഹന ഷെഡിൽ തെരുവുനായ പ്രസവിച്ചു കിടക്കുന്നതിനാലാണ് അവധി നൽകിയത്. സ്കൂളിലേക്കുള്ള വഴിയിലും നായശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ മാസം സ്കൂളിലേക്ക് വരികയായിരുന്ന വിദ്യാർത്ഥിയെ പേവിഷബാധയുള്ള തെരുവുനായ കടിച്ചിരുന്നു. ഇന്നലെ രാത്രി വൈകിയും നായ്ക്കളെ പിടികൂടാനുള്ള ശ്രമം വിജയിച്ചില്ല. നായ്ക്കളെ പിടികൂടാതെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കില്ലെന്ന് രക്ഷിതാക്കൾ നിലപാടെടുത്തതോടെയാണ് സ്കൂളിന് ഇന്നും അവധി നൽകിയത്. അതേസമയം നായ്ക്കളെ പിടികൂടാനുള്ള ശ്രമം ഇന്നും തുടരും. ലഹരിക്ക് വേണ്ടി അണലിക്കുഞ്ഞുങ്ങളെ കൊണ്ട് ആളുകളുടെ നാവിൽ കൊത്തിക്കുന്ന പാർലറുകൾ ഉണ്ടെന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പരാമർശത്തിനെതിരെ ഡോക്ടർ ഷിംന അസീസ്. നാക്കിൽ അണലിയെ കൊണ്ട് കൊത്തിച്ചാൽ ലഹരി പോയിട്ട് ആളുപോലും ചിലപ്പോൾ ബാക്കിയുണ്ടായില്ലെന്ന് ഷിംന അസീസ് പറയുന്നു. ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിന്റെ പ്രസ്താവനയുടെ ഭാഗമെന്നതിനാൽ മന്ത്രി ചെന്നിത്തല വളരെ രാഘവത്തോടെ പറഞ്ഞ വൈദ്യശാസ്ത്രപരമായി തെറ്റായ കാര്യം കൂടുതൽ പോപ്പുലർ ആകാനും ആരെങ്കിലും ശ്രമിച്ചു നോക്കാനും ഒക്കെ സാധ്യതയുണ്ടെന്നും ഷിംന പറഞ്ഞു. ഫേസ്ബുക്കിലൂടെയാണ് ഷിംനയുടെ പ്രതികരണം. പോസ്റ്റ് ശ്രദ്ധിക്കപ്പെട്ടതോടെ അതിന് താഴെ ഡോക്ടർക്കെതിരെ വിമർശന കമന്റുകളും വരുന്നുണ്ട്. വടകര പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ചരക്ക് ലോറിയുടെ ചക്രങ്ങളുടെ അടിയിൽപ്പെട്ട് യുവാവിന് ദാരുണാന്ത്യം. കുറുമ്പയിൽ താഴോട്ട് മീത്തൽ പ്രമോദ് ആണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. ലോറിയുടെ പിൻചക്രങ്ങൾക്കിടയിലേക്ക് പ്രമോദ് എടുത്തു ചാടുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ നൽകിയ വിവരം. ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കുപ്രസിദ്ധ കൊള്ളക്കാരൻ ജഗൻ ഗുജ്ജറിനെ രാജസ്ഥാനിലെ അജ്മീർ അതിസുരക്ഷാ ജയിലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തിങ്കളാഴ്ച ജയിലിനുള്ളിൽ നടന്ന പതിവ് പരിശോധനയ്ക്കിടെയാണ് ജഗനെ ജീവനറ്റ നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ കൊലപാതക സാധ്യതയുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ജയിൽ അധികൃതർ നൽകുന്ന വിവരമനുസരിച്ച് സുരക്ഷാ നടപടികളുടെ ഭാഗമായി തിങ്കളാഴ്ച രാവിലെ 11 മുതൽ ഉച്ചകഴിഞ്ഞ് 3 മണി വരെ തടവുകാരെല്ലാം തങ്ങളുടെ സെല്ലുകളിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇതിനുശേഷം സെല്ലുകൾ തുറന്ന് പരിശോധന നടത്തിയപ്പോഴാണ് ജഗൻ ഗുർജറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ വർഷത്തെ അമർനാഥ് തീർത്ഥാടനത്തിന് ഔദ്യോഗിക തുടക്കം കുറിച്ചുകൊണ്ട് ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അമർനാഥ് ഗുഹാക്ഷേത്രത്തിൽ പരമ്പരാഗത പ്രഥമ പൂജ നിർവഹിച്ചു. ജ്യേഷ്ഠ പൗർണമി ദിനമായ തിങ്കളാഴ്ചയാണ് ബാബ ബർഫാനി എന്നറിയപ്പെടുന്ന ഹിമലിംഗത്തിനു മുന്നിൽ പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും നടന്നത്. സംഘടിത കുറ്റകൃത്യങ്ങളും രാഷ്ട്രീയ അക്രമങ്ങളും ശക്തമായി നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ പശ്ചിമബംഗാൾ സർക്കാർ കൊണ്ടുവന്ന വെസ്റ്റ് ബംഗാൾ പബ്ലിക് സേഫ്റ്റി ആൻഡ് കൺട്രോൾ ഓഫ് ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ബിൽ 2026 നിയമസഭ പാസാക്കി. പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനെ മറികടന്ന വോട്ടെടുപ്പിൽ 41-നെതിരെ 176 വോട്ടുകൾക്കാണ് ബില്ല് അംഗീകാരം നേടിയത്. ഗുജറാത്ത്, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ നിയമങ്ങൾ മാതൃകയാക്കിയാണ് പുതിയ നിയമം കൊണ്ടുവരാനിരിക്കുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കി. ചൈനീസ് പീപ്പിൾ ലിബറേഷൻ ആർമി PLA അരുണാചൽ പ്രദേശിൽ അതിക്രമിച്ചു കയറി ക്യാമ്പുകൾ സ്ഥാപിച്ചുവെന്നാരോപിച്ച് ഒരു വിഭാഗം മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും ഇന്ത്യൻ സൈന്യം തിങ്കളാഴ്ച പറഞ്ഞു. ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന യോഗത്തിൽ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ഇന്ത്യ തീവ്രവാദ ഫണ്ടിംഗ് വാച്ച്ഡോഗ് FAFTയോട് സമ്മർദ്ദം ചെലുത്തുമെന്ന് റിപ്പോർട്ട്. പാകിസ്ഥാൻ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നത് തുടരുന്നുവെന്ന് കാണിക്കുന്നതിന് വീഡിയോകൾ ഉൾപ്പെടെയുള്ള പുതിയ തെളിവുകൾ ഇന്ത്യ സമർപ്പിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വാരാന്ത്യത്തിൽ പുനരാരംഭിച്ച ആക്രമണ പ്രത്യാക്രമണം നിർത്തിവെക്കാൻ US-ഉം ഇറാനും തീരുമാനിച്ചതായി മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാൻ-US സാങ്കേതിക തല ചർച്ച ചൊവ്വാഴ്ച ഖത്തറിൽ പുനരാരംഭിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇറാനാണ് ചർച്ച ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതെന്നും അവകാശപ്പെട്ടു. എന്നാൽ ഇത് ഇറാൻ നിഷേധിച്ചു.
ഈ ആഴ്ച US-യുമായി ഒരു ചർച്ചയും നിശ്ചയിച്ചിട്ടില്ലെന്ന് ഇറാന്റെ വിദേശകാര്യ സഹമന്ത്രി കാസിം ഖരീബാബാദി പറഞ്ഞു. അതിനിടെ തെക്കൻ ലബനിലെ വലിയ ഭൂഗർഭ തുരങ്കങ്ങളിലൊന്നിൽ ഇസ്രായേൽ സൈന്യം ആക്രമിച്ചു തകർത്തു. 200 മീറ്റർ നീളവും 25 മീറ്റർ ആഴവുമുള്ളതാണ് ഈ തുരങ്കം. ഇവിടെ നിന്ന് നൂറുകണക്കിന് ആയുധങ്ങളും മിസൈൽ വിക്ഷേപണികളും കണ്ടെടുത്തെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്ത്യയുടെ സാങ്കേതിക ഉയർച്ചയെ പിന്തുണച്ചുകൊണ്ട് എഞ്ചിനീയറിംഗ് തൊഴിലാളികളുടെയും കഴിവുകളുടെയും ആഴത്തിൽ ചൈനയെ മറികടക്കാൻ കഴിവുള്ള ലോകത്തിലെ ഏക രാജ്യം ഇന്ത്യയാണെന്ന് US സാമ്പത്തിക വളർച്ചയ്ക്കുള്ള സ്റ്റേറ്റ് അണ്ടർ സെക്രട്ടറി ജേക്കബ് ഹെൽബർഗ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.